അവർക്കൊപ്പം കൂടാൻ പണിയില്ല ഞാൻ നേരത്തെ ഒതുക്കി വെക്കും. പക്ഷേ എന്നെ അവിടെ കൂടെ കൂട്ടാറില്ല ഡോക്ടറെ. പണിയൊന്നുമില്ലേന്ന് ചോദിക്കും. അല്ലെങ്കിൽ രണ്ടാളും ഞാൻ വരുമ്പോഴേക്ക് 2 വഴിക്ക് പോകും. പിന്നെ അരിയേട്ട മൊബൈലിൽ മനു എന്തെങ്കിലും വായിച്ചുകൊണ്ട്. രണ്ടാൾക്ക് ഞാൻ ശല്യം ഉണ്ടാക്കാറില്ല. രാജി നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഒറ്റപ്പെടലിന്റെ വേദന രാജിയുടെ ഒഴുകി വരുന്ന കണ്ണുനീരിൽ തെളിഞ്ഞ് കിടപ്പുണ്ട്. അലീനെ സമാധാനിപ്പിക്കാൻ ഒന്നുകൂടെ അവിടെ കയ്യിൽ തലോടി. പകല് മുഴുവൻ വാബൂട്ടിയല്ലേ ഞാൻ നടക്കുന്നത്. എനിക്ക് സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഇവർ രണ്ടാൾ മാത്രമേ ഉള്ളൂ എന്ന് ഇവരെന്താ മനസ്സിലാക്കാത്തത്? അതൊക്കെ പോട്ടേന്ന് വെക്കാം. എനിക്കൊട്ടും ബുദ്ധിയില്ലാത്ത പോലെയാ ഹരിയേട്ടൻ്റെ പെരുമാറ്റം. അറിയാത്ത കാര്യത്തിൽ എന്തിനാ തലയിടുന്നതെന്ന ഒരഭിപ്രായം പറഞ്ഞാലോ എന്തെങ്കിലും ചോദിച്ചാലുള്ള മറുപടി. മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് പോലെ എന്നെ കൊച്ചാക്കും, താഴ്ത്തി സംസാരിക്കും. എനിക്ക് ഒട്ടും വിവരമില്ലാത്ത പോലെ. ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനില്ലാത്ത ഒന്നല്ലല്ലോ പറഞ്ഞു തന്നായിരുന്നു മറുപടി. എനിക്കൊപ്പം ഇവരുള്ളപ്പോൾ മറ്റൊരാളോട് സംസാരിക്കാൻ പോലും പേടിയാ. വെട്ടിത്തെഴുന്നള്ളിച്ചെന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തൽ.